നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ഈ വാശിക്കും നമ്മുടെ മുന്നിൽ നീ കൊലയ്ക്ക് കൊടുക്കും. ദേ, കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആലോചിച്ച് തീർപ്പുണ്ടാക്കാം. നീ ആ ബാഗ് അകത്തോണ്ട് വയ്ക്ക്. ഇനിയൊരു അവസരം ഇങ്ങനെ ഓരോന്ന് കരുതണ്ട. അമ്മ ഞാൻ പോവാ. അമ്മ എപ്പോ വിളിച്ചാലും ഞാൻ വരും. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ വരും. ഇനിയിപ്പോ ഇവിടെ എന്ത് ചടങ്ങുണ്ടെങ്കിലും ഞാൻ വന്നോളാം. എന്റെ അമ്മയെ ഞാൻ വിട്ടിട്ട് പോവല്ല. വിഷ്ണു, എങ്കിലേ നാളെ ഇവിടെ ഒരു ചടങ്ങുണ്ടാവും, ഒരു ബലികർമ്മം. നീ എന്റെ കൺമുമ്പിൽ നിന്ന് എന്നെ തനിച്ചാക്കിയിട്ട് ഇറങ്ങിയാൽ ഞാൻ ചങ്കു പൊട്ടി മരിച്ചു പോകും. അങ്ങനെ വന്ന ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ ചെയ്യേണ്ടവൻ നീയാ. അതുകൊണ്ട് എന്റെ കൺമുമ്പിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് നീ പോകരുത്. പകരം ഇവിടെ നിന്ന് എന്നേക്കുമായി പോകേണ്ടത് ഞാനാ. പോകേണ്ടവള് ഞാൻ തന്നെയാ, ഞാൻ തന്നെ. ഭാമേ, ഭാമേ, എടാ, എടാ വിഷ്ണു. അമ്മേ, ഭാമേ, അമ്മേ വാതിൽ തുറക്കാൻ. ഭാമേ, സത്യമേ വാതിൽ തുറക്ക്. അമ്മേ, അമ്മേ, അമ്മേ ഒന്ന് വാതിൽ തുറക്ക്, ഞാൻ പറയട്ടെ. അമ്മ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണ്ടേ? ഭാമേ, എന്തിനാണ് അമ്മ ഞങ്ങളെങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? ഞാൻ എവിടേക്ക് പോകുന്നില്ല. പോരെ അമ്മ വാതിൽ തുറക്ക്. ഭാമേ, സത്യമേ അമ്മ വാതിൽ തുറക്കാൻ. എടാ ഇനിയുള്ള ചോട്ട് പിടിക്കടാ. ഭാമേ, നിക്ക്. നീ അങ്ങോട്ടാ? അവന്റെ ഭാര്യ മതിയല്ലോ, എന്നെ വേണ്ടല്ലോ. അവന്റെ അമ്മേ, അതുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടത് ഞാനാ. അമ്മ 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 ഞാൻ പറയുന്നേക്ക്. അമ്മ എങ്ങോട്ടാ? ഇതേ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാ. അപ്പൊ ഇവിടെ താമസിക്കേണ്ടത് നീ തന്നെയാ. ഇവിടുന്ന് പോകേണ്ടത് ഞാനാ. അമ്മേ, അമ്മ ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? അമ്മ എനിക്ക് അമ്മ തന്നെയാ വലുത്. അതിന് ഇക്കാര്യത്തിൽ അമ്മ ഇവിടുന്ന് ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞ. എടാ, നിനക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് നിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി. അമ്മ നിന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പിന്നീട് ഒരിക്കലും പറയാൻ ഇട വരരുത്. അത് ഈ അമ്മയ്ക്ക് അതിലും വിഷമാവും. എടാ, ഞാൻ ഇത്രയും നാളും ജീവിച്ചത് തന്നെ നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി. അമ്മ അമ്മ നിന്നേ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ എനിക്ക് അമ്മയും വേണം, ശാലിനിയും വേണം. രണ്ടുപേരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് അമ്മ മനസ്സിലാക്ക്. അമ്മ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് ഇവിടെ കഴിഞ്ഞൂടെ? എനിക്ക് നിങ്ങളെ പിരിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നീ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഇവിടെ താമസിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ എനിക്കറിയേണ്ട ചില സത്യങ്ങളുണ്ട്.
അതിന് കൃത്യമായൊരു മറുപടി കിട്ടുന്നത് വരെ ഈ അമ്മ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ ആശ്രമത്തിലോ ഉണ്ടാവും. എന്റെ മക്കൾ സുഖമായിട്ട് ഇവിടെ കഴിയേ. എവിടെയാണെങ്കിലും അമ്മ നിങ്ങളെയൊക്കെ എന്നും ഓർക്കും. ഈ അമ്മയെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്തേക്കണേ. അമ്മേ നിക്ക്. നീ എവിടേക്ക് പോവാ? ഇവിടെ രാഘവേട്ടനെ നോക്കാൻ മരുമോള് വരും. പിന്നെ ശ്യാമയും ഉണ്ട്. ആരും ഇല്ലാതായി പോയത് എനിക്കല്ലേ. ഞാൻ കുറച്ചു നാളൊന്ന് മാറി നിൽക്കട്ടെ. നിക്ക്. ആരോട് വെച്ചിട്ടാ നീ ബാഗ് കൊടുത്തോണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ? നിന്നെ ഈ വീട്ടിലേക്ക് താലി കെട്ടിക്കൊണ്ട് വന്നതേ ഞാനാ. എനിക്ക് നിനക്കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ വീട് പണിഞ്ഞത്. എന്നിട്ട് ആപത്തില്ലാത്ത എന്നെ കളഞ്ഞിട്ട് എന്നെ തനിച്ചാക്കിയിട്ട് നീ ഇറങ്ങിപ്പോവല്ലേ? വിഷ്ണു ഇറങ്ങിപ്പോയതേ അവന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാ. അത് മുടക്കിയിട്ട് നീ ഇറങ്ങിപ്പോകുന്നതോ അത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അമ്മേ, നീ പോയാൽ തന്നെ നിന്നെ ധിക്കരിച്ച് നീ ഇറങ്ങിപ്പോയ ഈ വീട്ടിലേക്ക് നമ്മുടെ മോൻ ശാലിനെ വിളിച്ചോണ്ടിരുന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത മോനാവൻ. ചെയ്യും. അവൻ ഒന്ന് ചെയ്യും. ഏതെങ്കിലും പാലത്തിന്റെ മുകളിൽ നിന്ന് അടിയൊഴുക്കുള്ള ഭാഗം നോക്കി എടുത്ത് ചാടും. ഇല്ലെങ്കിലേ ഏതെങ്കിലും മരക്കൊമ്പില് ഒരു മുഴം കയറില് തൂങ്ങിയാടും. നിന്റെ ഈ വാശിക്കും നമ്മുടെ മുന്നിൽ നീ കൊലയ്ക്ക് കൊടുക്കും. കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആലോചിച്ച് തീർപ്പുണ്ടാക്കാം. നീ ആ ബാഗ് അകത്തോണ്ട് വയ്ക്ക്. കൊണ്ടുപോയി വയ്ക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.